ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് ഹൗസ്ഫുൾ 5. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അക്ഷയ് കുമാർ, റിതേഷ് ദേശ്മുഖ്, അഭിഷേക് ബച്ചൻ, സോണം ബജുവ, ജാക്ലിൻ ഫെർണാണ്ടസ്, നർഗിസ് ഫക്രി, ബോബി ഡിയോൾ, സ്കാമിയോ, ഡിനോ മോറിയ, ശ്രേയസ് തൽപദെ, നിക്കിതിൻ ധീർ, ചിത്രൻഗദ സിംഗ്, പിന്നെ ആരായിരുന്നു, ജാക്കി ഷ്രോഫ്, രഞ്ജത്ത് ബേഡി, സഞ്ജയ് ദത്ത്, ജ്ഞാന പത്തേക്കർ, ഫദീൻ ഖാൻ എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് തനിഷ്ക് ബാഗ്ചിയും യോയോ ഹണി സിംഗും കൂടിയാണ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സാജിദ് നാദിയത്ത് വരെയാണ്. പിന്നെ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേയും സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഫർഹാദ് സംജിയും പിന്നെ സാജിദ് നാദിയത്ത് വരെയും കൂടിയാണ്. അങ്ങനെ തന്നെയാണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. മീൻസ് സാജിദ് നാദിയത്ത് വരെ തന്നെയാണ് സിനിമയുടെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ഡിറക്റ്റഡ് ബൈ തരുൺ മൻസുഖാനി. അങ്ങനെ ഇതിന് മുമ്പ് ഏതൊക്കെ പടം ഡയറക്റ്റ് എന്ന് എനിക്കറിയണ്ട, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ പടത്തിൻ്റെ സിനിമാറ്റോഗ്രഫി ബൈ മണികണ്ഠൻ. അത് അങ്ങേര് ഇതിന് മുമ്പ് ഏതെങ്കിലും പടത്തിൽ സിനിമാറ്റോഗ്രഫി ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ മുകേഷ് ചബ്ര. ഇതൊക്കെ ഏതാണോ എന്തോ. ഇത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് അറിയാവുന്നൊരു കാര്യം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ആവറേജ് വൺ, ബട്ട് ദിസ് ഈസ് ബെറ്റർ ദാൻ തഗ് ലൈഫ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. 100% പറയുകയാണ് ഇത് തഗ് ലൈഫിനെക്കാട്ടും ബെറ്ററാണ്. ബട്ട് ദിസ് ഈസ് എ ആവറേജ് ഫിലിം. കറക്റ്റ് പറഞ്ഞാൽ വലിയ പെരുന്നാൾ അക്ഷയ് കുമാറിനെയും ചതിച്ചു, കമലഹാസനെയും ചതിച്ചു. അതാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പടത്തിൻ്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇസ് ഗുഡ്, ക്യാമിയോസ് ആർ ഗുഡ്. മീൻ ബോബി ഡിയോളുടെ ക്യാമിയോ ലാസ്റ്റാണ് അങ്ങേര് വരുന്നത്. അത് അത്യാവശ്യം നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ക്ലൈമാക്സ് മീൻസ് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ജാക്ലിനും അക്ഷയ് കുമാർ ഒന്നായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതായിട്ടും പിന്നെ സോണം ബജുവയും എന്താണ് അവരുടെ പേര്, റിതേഷ് ദേശ്മുഖ് ഒന്നായിട്ട് അവർക്ക് കുഞ്ഞുണ്ടാവുന്നതായിട്ടും പിന്നെ ബോബി ഇയാളും നർഗീസ് ഫക്രിയും ഒന്നായിട്ട് എന്നിട്ട് മറ്റേവർ രണ്ടുപേരും മീൻസ് അഭിഷേക് ബച്ചനും ചിത്രൻഗദ സിംഗും ജയിലിലാവുന്നതായിട്ടാണ് സിനിമ അവസാനിപ്പിച്ചിരുന്നത്. മീൻസ് അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയിലെ കില്ലേഴ്സ് അവരാണ്. മീൻസ് 2 കില്ലർമാരാണ്. ഒരുത്തന് ട്രെയിലറും ട്രീസറും കണ്ടിട്ട് ഇതിൽ ഒരു കില്ലറേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഒരുത്തനെ നിൽക്കരുത്. 2 കില്ലർമാരുണ്ട്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ എനിക്ക് പോസിറ്റീവ്സായിട്ട് ഫീൽ ചെയ്തത് മ്യൂസിക് ആൻഡ് ബിജിഎം ഇസ് സൂപ്പർബ് എന്ന് ഞാൻ 100% ഞാൻ പറയുന്നു. പിന്നെ അക്ഷയ് കുമാറിൻ്റെ ആക്ടിങ് കട്ട ഷോവാണ്. ബട്ട് എനിക്ക് ബോബി ഡിയോളുടെ ആക്ടിങ് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാമിയോ സീനെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാൻ ഒന്നുകൂടി പറയുന്ന കേട്ടോ പോസിറ്റീവ്സ്. ഒന്ന്, എനിക്ക് മ്യൂസിക് ആൻഡ് ബിജിഎം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. സിനിമാറ്റോഗ്രഫി സൂപ്പർ. പിന്നെ ഷിപ്പ് മീൻസ് അവരൊരു ന്യൂ കോൺസെപ്റ്റാണ്. മീൻസ് ഷിപ്പിൽ നടക്കുന്ന ഒരു മർഡർ മിസ്റ്ററി ഫിലിം. അതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. അപ്പോൾ ആ ഒരു പ്ലോട്ടിനനുസരിച്ച് തന്നെ ഈ സിനിമ ഉണ്ട്. മീൻസ് സ്റ്റോറി വൈസ് അത്യാവശ്യം നൈസാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ആ സ്റ്റോറിക്ക് പറ്റുന്ന ഒരു സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. മീൻസ് ഷിപ്പ് മീൻസ് ആ ലൊക്കേഷൻ അത് ജസ്റ്റ് ഗുഡ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വിഷ്വൽസ് ഇസ് ഗുഡ്. പിന്നെ ബോബിയുടെ കാര്യം അത്യാവശ്യം അങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ സൂപ്പർ. പിന്നെ നർഗിസ് ഫക്രിയുടെ അഭിനയം ഗുഡായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അഭിഷേക് ബച്ചൻ അദ്ദേഹത്തിനൊരു ഹാൻഡ്സ് ഓഫ്. പിന്നെ റിതേഷ് ദേശ്മുഖ് അത്യാവശ്യം നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരാളുണ്ട്, അതിൻ്റെ പേര് ജ്ഞാന പട്ടേക്കർ അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്ത് വെച്ച് നോക്കിയാലും മീൻസ് സെക്കൻഡ് ഹാഫ് ആണെങ്കിലും അക്ഷയ് കുമാറിൻ്റെ ആക്ടിങ് ആണെങ്കിലും സോണം ബജുവിൻ്റെ ആക്ടിങ് ആണെങ്കിലും ജാക്ലിൻ്റെ
അഭിനയമാണെങ്കിലും ഡിനോമോറയുടെ അഭിനയമാണെങ്കിലും ശ്രേയസ് തൽപതയുടെ ആണെങ്കിലും എനിക്കത്തിൻ തീയറിൻ്റെ ആണെങ്കിലും ചിത്രം സിംഗിൻ്റെ ആണെങ്കിലും ആരുടെയൊക്കെ അഭിനയം ഒന്ന് എടുത്ത് നോക്കിയാലും സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കിയാലും മീൻസ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഒഴികെ സീനും മറ്റേ ഇങ്ങനത്തെ ക്യാമിയോ മീൻസ് ബോബിഡികളുടെ ക്യാമിയോ ഒഴികെ ബാക്കി എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒഴികെ സെക്കൻഡ് ഹാഫിൽ കട്ട ക്രിഞ്ചാണ്. പിന്നെ മറ്റേ ഹീറോപണ്ടിയുടെ ഡയലോഗ് ഉണ്ട്, എന്താണ് മറ്റേ ചോട്ടാ ബച്ച ഹെയ്ക്ക് മറ്റേ ടൈഗർ ഷ്രോഫ് പറയുന്ന ഡയലോഗാണ് അതിൽ ഹീറോപണ്ടിയിൽ. അതെടുത്തിട്ട് ഇതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ ജാക്കി ഷ്രോഫിനെ വെച്ച്. അത് എന്തിനാണ് വെറുതെ ക്യാഷ് കളിയിരിക്കാൻ, വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് ആ ടൈഗർ. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പൊടിഞ്ഞു കയറി. പിന്നെ ഈ ആർട്ട് ഡയറക്റ്റിങ്ങിനൊക്കെ ചെയ്തവന്മാരൊക്കെ കിട്ടിയ ചവിട്ടി കൂട്ടണം. അതൊരു ഷോ ആർട്ടാണ് ഇവന്മാർ കാട്ടി വെച്ചിരുന്നത്. പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടറെ എടുത്തിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ അക്ഷയ് കുമാറിനൊന്നും കേട്ടേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ ബഡ്ജറ്റ് കൂടുതൽ വാങ്ങി ഇങ്ങനെ പ്രാന്തായോന്ന് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങേരുടെ ഒരു കംബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. മീൻസ് ഇപ്പോൾ OMG2 അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ മിഷൻ എൻഗേജ് ഓക്കെ പൊളിഞ്ഞു പോയി, മീൻസ് എനിക്ക് വർക്കായില്ല. പിന്നെ ബഡേമിയ ചൊട്ടേമിയ എനിക്ക് വർക്കായിരുന്നു. പിന്നെ സർഫിറ വർക്കായിരുന്നു. കെൽഗൽമിനെ കണ്ടിട്ടില്ല. പിന്നെ സ്കൈ ഫോഴ്സ് എനിക്ക് വർക്കായിരുന്നു. കേസരി ചാപ്റ്റർ 2 എനിക്ക് വർക്കായിരുന്നു. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഹൈപ്പ് കൊടുക്കാൻ കാരണം ഞാൻ ഹൗസ്ഫുൾ സീരീസിലെ എല്ലാ സിനിമയ്ക്കും എനിക്ക് ഹൈപ്പ് ഉണ്ടാവാറുള്ളതാണ്. കാരണം എല്ലാ സിനിമയിലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മീൻസ് 4 പാർട്ടിലുള്ള എല്ലാ സിനിമയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഒരു എക്സ്പെക്റ്റേഷൻ കൊടുത്തത്. ബട്ട് എനിക്കിത് ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ബെറ്റർ ദാൻ ടഗ് ലൈഫ് എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലപ്പോൾ ഇതിൽ ബോക്സ് ഓഫീസ് വെച്ച് നോക്കുമ്പോൾ ടഗ് ലൈഫ് അല്ലെങ്കിൽ ഇത് ജയിച്ചെന്ന് വരും. പക്ഷേ ഇത് രണ്ടും പോലെയാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ എനിക്ക് പോസിറ്റീവ്സ് ഒന്നുകൂടി ഞാൻ പറയാം. അഭിഷേക് ബച്ചൻ്റെ ആക്ടിങ് ഇസ് ഗുഡ്. റിതേഷ് ദേശ്മുഖിൻ്റെ ആക്ടിങ് കൊള്ളാം. പിന്നെ ബോബി ഡിയോളുടെ ക്യാമിയോ സൂപ്പർബ്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇസ് സൂപ്പർബ്. പിന്നെ നർഗിസ് ഫക്രീസ് ആക്ടിങ് സൂപ്പർബ്. പിന്നെ പാട്ട് ആൻഡ് ബീജിയം സൂപ്പർബ്. വിഷ്വൽസ് വൈസ് സൂപ്പർ ഫിലിം. ഫസ്റ്റ് ഹാഫ് ഇസ് ഗുഡ്. എത്രയാണ് എനിക്ക് പോസിറ്റീവായിട്ട് പറയാൻ തോന്നുന്നത്. വേറൊരു പോസിറ്റീവും ഇല്ല. പിന്നെ ഇതിൽ ഒരുപാട് അൺവാൻറ്റഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. കോമഡിയൊക്കെ അത്യാവശ്യം ഫസ്റ്റ് ഹാഫിൽ എനിക്ക് വർക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒന്നും വർക്കായിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഗുഡ് ആണ്, അത്യാവശ്യം നല്ലതായിട്ട് നമ്മൾ ചെയ്തു വെച്ചിരുന്നത്. സെക്കൻഡ് ഹാഫ് എന്താ പണി വെച്ചിരിക്കുക അങ്ങനെ ഒരു ഇതിലോട്ട് എത്തി. പിന്നെ ശരിക്കുള്ള മീൻസ് നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും, ഇതിൽ 3 ജാളിമാരുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ സിനിമയിലെ ശരിക്കുള്ള ജോളി നമ്മുടെ ബോബി ഡിയോളാന്ന് വെച്ചിട്ടുള്ള സീനിൽ ഞാൻ അത്യാവശ്യം നെറ്റിപ്പാടി ഭയങ്കര, പക്ഷേ അത്യാവശ്യം അഭിനയിച്ചുകൊണ്ടായിരുന്നു. എന്തായാലും ഈ പടം കാണാത്തമാരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല, നിങ്ങളുടെ ഒപ്പീനിയൻ എന്നാണ്. ആൻഡ് ഈ വർഷത്തെ ബെസ്റ്റ് ആവറേജ് ഫിലിം എന്നുള്ള അവാർഡ് എന്തായാലും ഗെയിം ചേഞ്ചറിന് എന്നുള്ളത് തന്നെയാണ്. അതിന് ഒരു മാറ്റമില്ല. ബട്ട് ഇത് സെക്കൻഡായിട്ട് ഞാൻ കൊടുക്കുകയാണ്. ബട്ട് സെക്കൻഡ് ബെസ്റ്റ് ആവറേജ് ഫിലിമിനുള്ള ഈ വർഷത്തെ അവാർഡ് എന്തായാലും സെക്കൻഡ് വെക്കുന്നത് എന്തായാലും ഹൗസ്ഫുൾ 5 ആയിരിക്കും. എന്നാലും ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തറിയും. എന്തായാലും എനിക്ക് വേറെ ഒരാളെ തെറി വിളിക്കാണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മീൻസ് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ആരോ വന്നിട്ട് എന്നോട് ജോൺ അബ്രഹാം ആയിരിക്കും കില്ലർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അത് ചിലപ്പോൾ ഏക്കുലർ റിട്ടേൺസിൽ അദ്ദേഹം കില്ലറായിട്ട് നിന്നുകൊണ്ടായിരിക്കാം, എനിക്ക് ഐ ഡോണ്ട് നോ. ബട്ട് അങ്ങേരല്ല, അയാൾക്കുള്ള പറയാനുള്ളതാണ്. പിന്നെ ഈ പടം കണ്ടവന്മാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ. ഞാൻ പിന്നെ ഈ സിനിമ കണ്ടത് PVR ലുലുമാളിലാണ് ഞാൻ കണ്ടത്. 1:30ക്കുള്ള ഷോ.
5A വെർഷൻ ആണ് കണ്ടത്. എന്തായാലും എനിക്ക് ഈ സിനിമ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയുക. സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയടേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്.